ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ലോകേഷ് കനകരാജ് LCUവിൽ നിന്ന് മാറി സ്റ്റാൻഡ് അലോൺ ആയിട്ട് ചെയ്ത കൂലി, രജനീകാന്തുമായിട്ട് കൂടെ ചേർന്ന് ചെയ്ത കൂലി എന്ന സിനിമ റിലീസ് ചെയ്തിരിക്കുന്നു. ഞാൻ അത് പോയി കണ്ടു. അതിനെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങൾ, റിവ്യൂ കാര്യങ്ങളാണ് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് കൂലിയിലേക്ക് വരാം. ഓവറോൾ ഒരു വൺ ടൈം വാച്ച് എനിക്ക് ഫീൽ ചെയ്തു. എക്സ്പെക്ടേഷൻ എനിക്ക് ഒരുപാട് ആയതുകൊണ്ട് ആ ഒരു എക്സ്പെക്ടേഷനിൽ അത്രയും റീച്ച് എത്തിക്കാൻ ലോകേഷിന് കഴിഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം അതിനകത്ത് സ്റ്റാർ കാസ്റ്റുകളാണ്. നിങ്ങൾക്കറിയാം, കൂലി എന്ന സിനിമയിൽ ഫസ്റ്റ് ലോകേഷ് കനകരാജ്, 2 രജനീകാന്ത്, 3 നാഗാർജുന, 4 ഉപേന്ദ്ര, 5 നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ട് ഉള്ള ആമിർ ഖാൻ. ഈ 5 പേരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എക്സ്പെക്ടേഷൻ ഒരുപാട് മുകളിലാണ്. പക്ഷേ സിനിമ വന്നപ്പോൾ നമ്മുടെ പ്രതീക്ഷിച്ച ഒരു കാര്യം വന്നില്ല. അതാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. സിനിമയുടെ തുടക്കം, രജനീകാന്തിന്റെ ഇൻട്രോ കാര്യങ്ങള്, അതുപോലെ ഓരോ ആൾക്കാരുടെ, ഇപ്പൊ ഉപേന്ദ്രയുടെ ആണെങ്കിലും ആമിർ ഖാന്റെ ആണെങ്കിലും അല്ലെങ്കിൽ നാഗാർജുന ആണെങ്കിലും എല്ലാവരുടെയും ഇൻട്രോ ഉൾപ്പെടെ എന്തോ എനിക്കൊരു ഒരു ഗൂസ്പം വന്നില്ല. കാര്യം നമ്മൾ ജയിലർ കണ്ടപ്പോ, ജയിലറിനകത്ത് എന്താണ് ഇത്ര വലിയ സംഭവം? അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, വയലൻസ് കാര്യങ്ങളാണ്. പക്ഷെ അതിനകത്ത് എന്താണ് ആ ഒരു ടിപ്പ് പോയിന്റ് എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ആ ഒരു സ്ട്രൈക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, ഓരോ ആൾക്കാരുടെ ആ ഒരു ഇൻട്രൊഡക്ഷൻ എടുത്തപ്പോ അതിനെ ഗൂസ്പംപ് ചെയ്ത് നമുക്ക് തന്നു. ഇവൻ ലാലേട്ടന്റെ ആണെങ്കിലും എല്ലാവരുടെ ആണെങ്കിലും ഒരു നല്ല ഗൂസ്പംപ് ചെയ്ത് തന്നു. ഗംഭീരമായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് അതിനെ കൂടുതൽ അട്രാക്റ്റീവ് ആയത്. പക്ഷെ കൂലിയിലേക്ക് വരുമ്പോൾ ഈ സിനിമ ഒരു സ്മഗ്ലിംഗ്, അറിയാലോ, ലോകേഷ് കനകരാജിന്റെ സിനിമ ആകുമ്പോൾ അതൊരു സ്മഗ്ലിംഗ്, അതാണ് അതിന്റെ ഒരു ബേസ്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ലോകേഷ് എപ്പോഴും പറയുന്ന പോലെ ഒരു സെന്റിമെന്റ്സും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നു. കുറേ ഗണ്ണും മറ്റേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. എന്തിനാണ് എനിക്കറിയില്ല. ലോകേഷിനൊക്കെ എല്ലാ പടത്തിലുള്ള ചുമ്മാ അവിടെ ഇവിടെയൊക്കെ ചവറ് കണക്കിന് കുറെ ഗണ്ണുകൾ കൊണ്ടുവന്ന് വെട്ടി. പിന്നെ പറയേണ്ടത് നമ്മുടെ സൗബിൻ. ആക്ച്വലി സൗബിന്റെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സൗബിൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ മലയാളത്തിൽ കാണുന്ന പോലെയുള്ള ക്യാരക്ടറുകൾ തന്നെയാണ് സൗബിൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ലോകേഷിന്റെ ആ ഒരു മാസ് വില്ലൻ എന്ന് പറയുന്ന ഒരു വലിയ ഒരു കോംബോയിലേക്ക് പറ്റിയ ഒരു ചെറിയ ആളായിപ്പോയി. അതാണ് ഒരു ഇഷ്യൂ വന്നത്. കാര്യം ഇതിനകത്ത് അവർ വില്ലൻ എന്ന് ആദ്യമേ കാണിക്കുന്ന ആൾക്കാരെല്ലാം വലുതാണ്. എനിക്ക് സ്പോയിലർ ചെയ്യാൻ ആഗ്രഹമില്ല, എന്നാലും ഞാൻ പറഞ്ഞു, അവർ കാണിക്കുന്ന ഈ 5 പേരിലെ ആൾക്കാരിൽ അവർ വില്ലന്മാരുണ്ട്. അപ്പൊ അവരുടെ കൂട്ടത്തിൽ നമ്മുടെ സൗബിൻ വരുമ്പോ സൗബിന് അത്ര ഒരു എന്താ പറയുക, ഒരു എഫക്റ്റ് വരുന്നില്ല. മനസ്സിലായില്ല. പക്ഷെ ഗംഭീരമായിട്ട് സൗബിന്റെ ഭാര്യയായിട്ടൊരു കുട്ടി ചെയ്യുന്നുണ്ട്, പൊളി. അത് എല്ലാത്തിലും നമ്മൾ കാണുന്നുണ്ട്. ചില ഐറ്റംസ് ഒരു പൊളിയാക്കുന്നത് ആ സാധനം. ആ വൈഫ് ചെയ്ത ക്യാരക്ടർ പൊളി. അവരുടെ അഭിനയം നല്ല രസമുണ്ട്. അത്ര ജെന്യൂൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ സീനിലും അവർ നല്ല ജെന്യൂൻ ആയിട്ട് നമുക്ക് അത്ര രീതി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നല്ല ക്യാരക്ടർ പറയാനുള്ളത് സത്യരാജിന് ഓക്കെ, വലിയ ഇതില്ല, എന്നാൽ പോലും ഓക്കെ ആണെന്ന് പറയാം. പിന്നെ ശ്രുതി ഹസൻ, എനിക്കൊന്നും പറയാനില്ല. ശ്രുതി ഹസൻ പ്രത്യേകിച്ച് അഭിനയിക്കേണ്ടി വന്നില്ല ഈ സിനിമയ്ക്കകത്ത്. ചുമ്മാ വരിക, നിൽക്കുക, കാണുക, പോവുക, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സെറ്റപ്പ്. ടോട്ടലായിട്ട് നിങ്ങൾ കാണുമ്പോൾ ശ്രുതി ഹാസൻ പ്രത്യേകിച്ച് അഭിനയിക്കാൻ വേണ്ടി നിൽക്കുന്ന അല്ലെങ്കിൽ അത്ര ഇതായിട്ടുള്ള ഒരു ക്യാരക്ടറിന്റെ സംഭവങ്ങളൊന്നും ഇല്ല അതിനകത്ത്. ജസ്റ്റ് ഒരു രജനീകാന്ത് പടത്തിൽ വന്നു പോകുന്ന ഒരു ക്യാരക്ടർ പോലെ നിന്നു. പിന്നെ ഇതിനകത്ത് നമുക്ക് എടുത്തു പറയേണ്ടത് നമ്മുടെ ബാബുരാജാണ്. ഒന്നുമില്ല. ആദ്യത്തെ അവസാനത്തെ ഒരു സീനിലേക്കാണ് വന്ന് ഒന്നുമില്ല. പിന്നെ ക്ലൈമാക്സ് മെയിൻ അറിയുള്ളൂ, നമ്മുടെ അമീർ ഖാന്റെ ഒരു ഓറ ലാസ്റ്റ് ക്ലൈമാക്സിൽ വരുമ്പോ ഉണ്ട്. പിന്നെ രജനീകാന്തിന്റെ ഒരു സ്വാഗുകൾ ഉണ്ട്. ഓവറോൾ ഞാൻ പറഞ്ഞല്ലോ, രജനീകാന്ത് ഫാൻസിന് ഇഷ്ടപ്പെടാം. പക്ഷെ രജനീകാന്തിന്റെ ജയിലർ കണ്ടത് കൊണ്ട് അതിനെ കമ്പയർ ചെയ്ത് വരുമ്പോൾ ടോട്ടാലിറ്റി എനിക്കറിയില്ല ആർക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന്. എന്തായാലും നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക. എനിക്ക് വലിയതായിട്ട് തോന്നിയില്ല. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം എടുത്ത് പറയാനുള്ളത്, നമ്മുടെ അനിരുദ്ധിന്റെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളൊക്കെ കൊള്ളാം. ചില അടിച്ചുമാറ്റലൊക്കെ ഉണ്ട്, നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ കുറച്ച് അവസാനം രജനീകാന്ത് ഒക്കെ വരുന്ന, ഉപേന്ദ്രയൊക്കെ വരുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സൂപ്പർ ആയിട്ടുണ്ട്.
പിന്നെ നമ്മുടെ ഗിരീഷ് ഗംഗാധരൻ, അത് നമ്മൾ സമ്മതിക്കണം കേട്ടോ. നമ്മുടെ മലയാളിയായ DOP ഗിരീഷ് ഗംഗാധരനാണ് ഇതിന്റെ DOP ചെയ്തേക്കുന്നത്. പുള്ളിയുടെ ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു വിഷ്വൽ ക്വാളിറ്റി എല്ലാം സൂപ്പർ ആയിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ സൂപ്പർ ആയിട്ട് പറയും. പിന്നെ ലോകേഷിനോട് പറയാനുള്ളത്, LCU നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇത് കാണിക്കണം. കാര്യം ഈ സ്റ്റാൻഡ് അലോൺ ചിത്രം നിങ്ങൾ ഇത് ചെയ്തിട്ട് നിങ്ങൾ LCUവിൽ നമ്മൾ എല്ലാവരും ഒരു പ്രതീക്ഷ വെക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിനിമകളൊക്കെ നിങ്ങൾ ഇതിന്റെ ഇടയ്ക്കൂടെ ചെയ്യുമ്പോൾ LCUവിന്റെ ആ ഒരു ഭംഗി ഇല്ലാതാവരുത്. LCU ആ ഒരു കണക്ട് ചെയ്ത് പോയിട്ട് നോക്കാം എന്തായാലും. ഓക്കെ, താങ്ക് യു.